Hello my dear students, so welcome back once again to Basics Physics Classroom. അപ്പോൾ നമ്മളത് ഫോർത്ത് പാർട്ടാണ് KEAM 2018ന്റെ. അപ്പോൾ 4 പാർട്ടിലുമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. So I hope you have seen all the 4 parts and make sure you watch the entire thing before you go for your exam. Okay, right. So let's move on to the first question in today's session. And the first question: the one-dimensional motion of a point particle is shown in the figure. Select the correct statement. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും നോക്കാം. അപ്പോൾ ഒന്ന് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഈ ട്രയാങ്കിളും രണ്ട് ട്രയാങ്കിളെയും ഹൈറ്റ് സെയിം ആണ് ആണല്ലോ. അതുപോലെ ഇത് 0 to 10, ഇത് 10 to 20. അപ്പൊ ഇത് 10 റൈറ്റ്, വിച്ച് മീൻസ് ഇതിന്റെ ഏരിയയും എന്താണ് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, രണ്ടും സെയിം ആണ്. അപ്പൊ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് യു ദ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇതേ പ്ലസ് ഇത് ചെയ്യണം. അതായത് ഈ ഗ്രാഫിൽ വരുന്ന എല്ലാ ഏരിയാസും ആഡ് ചെയ്താൽ മതി, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് 0 ആണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് 0 അല്ല ഒരിക്കലും. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഗ്രാഫിന്റെ ടോപ്പിൽ വരുന്നതെല്ലാം നമ്മൾ ആഡ് ചെയ്യും, താഴെ വരുന്നതെല്ലാം നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ടോപ്പിൽ വരുന്നതെല്ലാം ആഡ് ചെയ്യും, താഴെ വരുന്നത് സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇതേ മൈനസ് ഇത് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഇസ് ദി ഓപ്ഷൻ ഫോർ ദാറ്റ്. ഇനി ആക്സിലറേഷൻ എങ്ങനെ നോക്കും? ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇവിടെ ഒരു തീറ്റ മാർക്ക് ചെയ്തിട്ട് the slope is given by tan theta എടുത്താൽ മതി. tan theta എടുക്കുമ്പോൾ ഹൈറ്റ് 10 ആണെന്ന് അറിയാം, ഇത് 5 ആണ് adjacent side. but tan theta is equal to 2. that is the corresponding value for acceleration. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പൊ you will be able to arrive at the correct answer. okay, so ഈ മെത്തഡോളജി ക്ലിയർ ആണല്ലോ എങ്ങനെ ചെയ്ത് നോക്കണമെന്ന്. okay, നമുക്ക് ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. okay, and the next one. A block of mass 1 kg is free to move along the x-axis. It is at rest and from time t is equal to 0 onwards, it is subjected to a time-dependent force f of t in the positive x direction. The force f of t varies with time as shown in the figure. The kinetic energy of the block at t equal to 4 seconds is. അപ്പോൾ എന്ത് ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്? We are given a force time graph. ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ തിങ്ക് ഓഫ് an equation relating force and time. ഫോഴ്സിനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓർത്ത് നോക്കണം. അപ്പൊ ഫോഴ്സ് ഇൻടു ടൈം is equal to impulse or the change in momentum. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം റിലേറ്റ് ചെയ്യാൻ. ഏരിയ അണ്ടർ ft ഗ്രാഫ് will give you the change in momentum. ഇവിടെ ഒരു പറയുന്നുണ്ട് the body is starting from rest എന്ന്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും ഏരിയ അണ്ടർ ft ഗ്രാഫ് will be equal to mv. ഫൈൻ. അപ്പോ നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി at 4 seconds ആണ്, റൈറ്റ്? അപ്പൊ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്ത് വേണം? വെലോസിറ്റി വേണം. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോ ഏരിയ അണ്ടർ ഈ പോർഷൻ എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, ഹൈറ്റ് 2 ആണ്, റൈറ്റ്? ദാറ്റ് വിൽ ബി 1. ഫൈൻ. ഇനി അടുത്തത് ഈ പോർഷൻ എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 2 വരും, ഹൈറ്റ് -2 ആണ്. So that will be -2. Okay. ഇനി അടുത്തത് ഈ പോർഷൻ എടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 4 - 3 1 ബേസ് ഏരിയ, ഹൈറ്റ് 2 ന്യൂട്ടൺ തന്നെ, 2 ന്യൂട്ടൺ തന്നെയാണ് ഹൈറ്റ്. 2 that is equal to 1. അപ്പൊ ഇതും പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. So 1 + 1 -2 which means that is 0. which means ഇവിടെ ഏരിയ ഉള്ള ഗ്രാഫ് നമുക്ക് f delta t 0 കിട്ടി, which is equal to mv. അപ്പോൾ വെലോസിറ്റി എന്താ? 0. ഓക്കെ, ഫൈനൽ വെലോസിറ്റി at 4 seconds എന്താ വരുന്നത്? 0. വെലോസിറ്റി 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? ഇല്ല. കൈനറ്റിക് എനർജിയും അവിടെ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആയില്ലേ? ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ എപ്പോഴും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന്. ഓക്കെ, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ടൈം കിട്ടുവാണെങ്കിൽ കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇന്ന് തന്നെ കഴിയുന്നതും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, alright, let's move on to the next one. Consider a wire with density d and stress sigma. For the same density,
the stress increases 2 times. The speed of transverse waves along the wire changes by. ഈ ക്വസ്റ്റ്യനിൽ സ്ട്രെസ് കൂടി എന്നാ പറയുന്നത് 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ ഓർക്കേണ്ടത് വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് V ഈക്വൽ ടു സ്ട്രെസ് ബൈ ദ ഡെൻസിറ്റി ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ മറക്കാതെ ഓർത്ത് വെക്കാം. V is equal to root of stress by density. അപ്പൊ സ്ട്രെസ് 2 ടൈംസ് ആയാൽ എന്ത് സംഭവിക്കും? V dash is actually V is proportional to stress ആണ്. അപ്പൊ V dash proportional to root 2 into stress എന്ന് വരും അല്ലേ? Or you can write what happens? V dash becomes root 2 V times out. Okay, അപ്പൊ ഇത് 2 ടൈംസ് കൂടി സ്ട്രെസ് 2 ടൈംസ് കൂടിയാൽ എന്ത് സംഭവിക്കും? V dash proportional to root 2 into stress എന്ന് വരും. We know that V is proportional to root stress, which means taking the ratio of both, we get V dash is equal to root 2 V. Okay, direct ആണ്, കൺഫ്യൂഷൻസിന്റെ കാര്യമൊന്നുമില്ല. Okay, so just understand this condition, stress by density. Okay, so the next one, a cylindrical tube open at both the ends has fundamental frequency n. If one of the end is closed, the fundamental frequency will become. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഒരു ട്യൂബിന്റെ രണ്ട് എൻഡ്സും ആദ്യം ഓപ്പൺ ആയിരുന്നു. അപ്പൊ ലെങ്ത് നമുക്ക് എല്ലാം എടുക്കാം. അപ്പൊ രണ്ടെല്ലാം ഓപ്പൺ ആണെങ്കിൽ രണ്ടെല്ലാം ആന്റിനോട് ഫോം ചെയ്യും. ഇതിപ്പോ λ/4 λ/4 അപ്പൊ λ/2 വരും. അപ്പൊ L is equal to λ/2 ആണ്. Okay, and we know that C is equal to or V is equal to mu lambda ആണെന്ന് അറിയാം. അപ്പൊ lambda എന്ന് പറഞ്ഞാൽ എന്താണ്? V/2 mu അല്ലെ? അപ്പൊ mu is equal to V/2L. ഫൈൻ, ഫസ്റ്റ് കേസിൽ അപ്പൊ ഇവര് ഇത് n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അടുത്ത കേസ് വരുമ്പോൾ എന്ത് വരും? ഒരു എൻഡ് നമ്മൾ ക്ലോസ് ചെയ്തു, അപ്പോ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഒരു ആന്റിനോഡ് ഫോം ചെയ്യും. ദിസ് വിൽ ബി λ/4, റൈറ്റ്? സോ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു ഇത് ലെങ്ത് L തന്നെ. L is equal to സെയിം പൈപ്പ് ആണല്ലോ അല്ലെ? L is equal to λ/4 or you get same മെത്തേഡില് V/4 mu or mu is equal to V/4L. അപ്പൊ V/2L n ആണ്. അപ്പൊ V/4L എന്താ? ഇതിനകത്ത് V/2L n ആണ്. സോ n/2. അപ്പൊ പുതിയ ഫ്രീക്വൻസി when one end is closed will be equal to what? n/2. Okay, so ഇത് എഴുതി നോക്കുന്ന ആവശ്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർത്ത് വെക്കുക, ഏതൊക്കെ ഹാർമോണിക്സ് ആണ് ഏതിലൊക്കെയാണ് പോസിബിൾ എന്നും ഓർത്ത് വെക്കുക കേട്ടോ. വേവ്സിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഏതൊക്കെയാണെന്നും ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും ചെയ്ത സമയം കളയണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ, a uniform bar of mass m is supported by a pivot at its top about which the bar can swing like a pendulum. If a force F is applied perpendicular to the lower end of the bar, as shown in figure, what is the value of F in order to hold the bar in equilibrium at an angle theta from the vertical? ക്വസ്റ്റ്യനിലുള്ളത് ഒരു പിവറ്റ് ആണ്. ഇങ്ങനെ പിവറ്റ് ചെയ്ത് വെച്ചേക്കുള്ള ഒരു ബാറിന്. ഓക്കെ, അപ്പൊ ബാറിന്റെ മാസ് എന്ന് പറയുന്ന m ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് പറയുന്നുണ്ട്. മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട് F. ഓക്കെ, നമുക്ക് ടോട്ടൽ ലെങ്ത് നമുക്ക് OA എന്ന് എടുക്കാം. ഈ ബാറിന്റെ മാസ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? അവരുടെ സെന്റർ ഓഫ് മാസിൽ. അപ്പോൾ mg ഇവിടെ താഴത്തേക്ക് ഒരു mg വരും. ഫൈൻ, സോ ഇറ്റ് ക്യാൻ ആക്ച്വലി റൊട്ടേറ്റ് അബൌട്ട് ദിസ് പിവറ്റ്. ഈ പോയിന്റ് അവന്റെ മിഡ് പോയിന്റ് ആണ്. നമുക്ക് OB എന്ന് എടുക്കാം, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് തീറ്റയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തീറ്റ കിട്ടും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് തീറ്റയായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ ഇത് തീറ്റയായിരിക്കും, വിച്ച് മീൻസ് ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി mg sin തീറ്റ അല്ലെ? തീറ്റ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നത് കോസ് തീറ്റ. അപ്പൊ ഇങ്ങോട്ട് mg കോസ് തീറ്റ, അത് എഴുതുന്നില്ല, നമുക്ക് ആവശ്യമില്ല. mg sin തീറ്റ ഇങ്ങോട്ട്, F നേരെ മുകളിലേക്ക്. ഓക്കെ, അവർ പറയുന്നത് ഈക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതാണ് പറയുന്നത്. ഈക്വിലിബ്രിയം ആണെങ്കിൽ നെറ്റ് ടോർക്ക് എന്താണ്? 0 ആയിരിക്കും. ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നെറ്റ് ടോർക്ക് എന്ന് വെച്ചാൽ R ക്രോസ് F ആണ്. അപ്പൊ ഫോഴ്സ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ഇതാണ്, ആംഗിൾ 90 ഡിഗ്രി. ഇത് എടുക്കുമ്പോൾ ഇതും ഡിസ്റ്റൻസ് നമ്മൾ 90 ഡിഗ്രി. അപ്പൊ R ക്രോസ് F മാറ്റി RF എന്നത് എളുപ്പത്തിൽ എഴുതി പോവാം. അപ്പൊ mg sin തീറ്റ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, mg sin തീറ്റ ഡിസ്റ്റൻസ് OB ആണ്. ഓക്കെ, ഇനി mg sin തീറ്റയും F യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അപ്പൊ ഒരെണ്ണം പ്ലസ് എടുക്കുമ്പോൾ മറ്റൊന്ന് മൈനസ് എടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ F എടുക്കുവാണ്, മൈനസ് F OA, ഫൈൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫൈൻ, ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. mg sin തീറ്റ OB എന്ന് പറഞ്ഞാൽ ആക്ച്വലി OA/2 അല്ലേ? ഞാൻ പറഞ്ഞു B മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ OB എന്ന് പറഞ്ഞാൽ OA/2 ആണ്.
for OA by 2, which is equal to F into OA. OA cancel. So F is equal to mg sin theta by 2. Okay. But simple concept use ചെയ്ത് question കാണുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു സിമ്പിൾ ഐഡിയ യൂസ് ചെയ്ത് ഒറ്റയടിക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻ കാണുന്നത് മിക്കതും എളുപ്പമായിരിക്കും കേട്ടോ. Alright. I hope this question is clear for you. Okay, so let's move into the next. 5 moles of an ideal monoatomic gas with an initial temperature of 150 degrees Celsius expand and in the process absorb 1500 joule of heat and thus 2500 joule of work. The final temperature of the gas in degrees Celsius. അപ്പോൾ ഈ ക്വസ്റ്റൻ എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈനൽ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ഒരു 1500 ജൂൾ അബ്സോർബ് ചെയ്തു ആൻഡ് 2500 ജൂൾ വർക്ക് ഇസ് ഡൺ അല്ലെ, വർക്ക് ഇസ് ഡൺ ആൻഡ് മോണോ അറ്റോമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ സി വി എന്താന്ന് നോക്കണം, 3/2R. മോണോ അറ്റോമിക്കിന്റെ സി വി 3/2R. അത് മനസ്സിലാക്കണം കേട്ടോ. മോണോ അറ്റോമിക്കിന്റെ, ഡയാറ്റോമിക്കിന്റെ, ട്രൈ അറ്റോമിക്കിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും 5 മോൾസ് ആണുള്ളത്. ഇനീഷ്യൽ ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫൈനൽ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് ഡെൽറ്റ യു കണ്ടുപിടിക്കാം. നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു നമുക്കറിയാം, നമുക്കറിയത്തില്ല, we have to find it out. ഡെൽറ്റ ഡബ്ല്യു is what? 2500. ഡെൽറ്റ ക്യൂ 1500 ആണ്. But delta U is equal to 1000 വരും. ആക്ച്വലി -1000 ജൂൾസ് എന്ന് വരും. ഓക്കെ, സൈൻ കൺവെൻഷൻ മിക്സപ്പ് ആവരുത് കെമിസ്ട്രിയും ഫിസിക്സും തമ്മിൽ. ഓക്കെ, അപ്പൊ ഡെൽറ്റ യു നമുക്ക് കിട്ടി. ആൻഡ് റിമെമ്പർ ദാറ്റ് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു NCV ഡെൽറ്റ ടി ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1000 is equal to 5 into 3/2R ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പൊ T2 മൈനസ് T ഇനീഷ്യൽ. റൈറ്റ്? സോ നമുക്കൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ നമ്മൾ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആറിന്റെ വാല്യൂ നമുക്ക് 8.3 എന്ന് എടുക്കാം. ആറിന്റെ വാല്യൂ, അപ്പൊ ആറിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് T2 is equal to ചെയ്ത് നോക്കിക്കോളൂ, സോൾവ് ചെയ്ത് നോക്കിക്കോളൂ. and tell me the answer. വേഗം ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്തിട്ട് comment the answer below. So the answer will be, answer will be T2 is equal to 134 degrees Celsius എന്ന് വരും. കൺവേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അത് 150 ആണല്ലോ. T2 final temperature will be 134 degrees Celsius. Okay, so complete ചെയ്തോളൂ കേട്ടോ. 134 degrees Celsius എന്ന് വരും final answer. Okay, clear? Right. So moving on to the next one. Two identical systems with heat capacity at constant volume that varies as CV is equal to BTQ, where B is a constant, are thermally isolated. Initially, one system is at temperature of 100 Kelvin and the other is at 200 Kelvin. The systems are then brought to thermal contact and the combined system is allowed to reach thermal equilibrium. The final temperature of the combined system will be. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ വേണം നമ്മൾ ഈ ക്വസ്റ്റിനെ യൂസ് ചെയ്യാൻ. അപ്പൊ ഒരാൾ 200 ആയിരുന്നു, മറ്റൊരാൾ 200 ആയിരുന്നു. രണ്ടും കൂടി കൂട്ടി വന്നപ്പോൾ എന്തായി? തെർമൽ ഈക്വിലിബ്രിയം ആയി. ആ ടെമ്പറേച്ചർ ടി കണ്ടുപിടിക്കണം. സ്പെസിഫിക് ഹീറ്റ് BT³ എന്നാണ് ക്വസ്റ്റിനെ പറയുന്നത് അല്ലെ. അപ്പൊ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. ഹീറ്റ് ലോസ് ബൈ എ ബോഡി വിൽ ബി ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻ ബൈ ദി അതർ ബോഡി. ഓക്കെ, അപ്പോ ഞാനത് ഇന്റഗ്രൽ ആയിട്ട് ഞാനോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. BT³ ആണ്, വേരിയബിൾ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ 100 മുതൽ T വരെ MCV dt is equal to T to 200 MCV dt. ഓർ ഇത് മറ്റേ രീതിയിൽ എഴുതാം. നമുക്ക് വേണമെങ്കിൽ -200 to T MCV dt എന്ന് എഴുതാം. ഓക്കെ, വ്യത്യാസങ്ങൾ ആലോചിക്കണം. ഇത് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ മറ്റാൾ എന്ത് ചെയ്യുക? ഗെയിൻ ചെയ്യുക. കൺവെൻഷൻ ഡിഫറെന്റ് വരും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 200 to T എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താലും മതി. ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കലോറിമെട്രി പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത്. Now ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസം പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CV BT³ ആണ് അല്ലെ. അപ്പൊ BT³ integral 100 to T dt which is equal to integral T to 200 BT³ dt. അപ്പോ BB അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. T³ ന്റെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എന്താണ്? n+1 by n+1 അല്ലെ. അപ്പൊ T raised to 4
താഴെ ഒരു 4 വരും. ഞാൻ എഴുതുന്നില്ല കാരണം രണ്ട് സൈഡിലെ ക്യാൻസൽ ആയി പോയിക്കോളും. ലിമിറ്റ് 100 to t, that's equal to t raised to 4 limits t to 200. അപ്ലൈ ചെയ്യാം നമുക്ക് ലിമിറ്റ്സ്. അപ്പൊ എന്ത് വരും നോക്കാം. t raised to 4 minus 100 raised to 4 is equal to 200 raised to 4 minus t raised to 4. അപ്പോഴത്തേക്ക് വരുമ്പോൾ 2t raised to 4 is equal to 200 raised to 4 plus 100 raised to 4. Okay, ഒരു 100 raised to 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. So 100 raised to 4 പുറത്തേക്ക് എടുത്തു. That will be 2 raised to 4 plus 1. Fine. അപ്പോൾ 2t raised to 4. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കൂട്ടും നമുക്ക് നോക്കാം. t raised to 4 ഇല്ലേ, അപ്പൊ രണ്ട് സൈഡിൽ നമുക്ക് 1/4 എടുക്കാം. അപ്പോൾ ഈ 4 ആണ് പൊക്കോളും പവർ. അപ്പൊ 2 raised to 1/4. Okay, t is equal to 100 into അപ്പോൾ 2 raised to 4 plus 1 ഉണ്ട് അല്ലേ. അപ്പോൾ 2 raised to 4 16 ആണ്. 16 17 വരും. ഓക്കെ, 70 വരും. റൈറ്റ്, raised to 1/4. ഫൈൻ. അപ്പോൾ നമുക്ക് t എന്ത് കിട്ടും നോക്കാം. t will be equal to 17 raised to 1/4. 16 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പൊ അപ്രോക്സ് നമുക്ക് 2 എടുക്കാം അല്ലേ. 2 raised to 1/4 അത് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ t എന്ത് കിട്ടും അറിയോ. ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 170 കെൽവിൻ അല്ലെങ്കിൽ 171 കെൽവിൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ 171 കെൽവിൻ എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1/4 എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ് ടു യു. ഓക്കെ, മെത്തേഡ് മനസ്സിലായല്ലോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. റൈറ്റ്, അപ്പൊ ഇതൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഒരു 170 ആ റേഞ്ച് ഒക്കെ പെട്ടെന്ന് കിട്ടും. കറക്റ്റ് വാല്യൂ എടുക്കാൻ പോയാൽ it's going to take some time. Okay, so don't go for that. Okay, so moving on to the next one. A soap bubble of radius r is blown up to form a bubble of radius 2r under isothermal conditions. If sigma is the surface tension of soap solution, the energy spent in doing so is. Okay, അപ്പൊ ഇവിടെ ഒരു ബബിൾ ആണ്. r റേഡിയസ് ഉള്ള ബബിൾ 2r റേഡിയസ് ആക്കി മാറ്റുന്നു അല്ലെ. അപ്പൊ വർക്ക് ഡൺ അല്ലെങ്കിൽ the energy spent will be equal to the surface tension into the change in area. Okay, അപ്പൊ സർഫസ് ടെൻഷൻ സിഗ്മയാണ്, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചേഞ്ച് ഇൻ ഏരിയ ആദ്യം 6 ആയിരുന്നു, ഇപ്പോ 2r ആയി. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്കേർവ് സർഫസ് ഏരിയ ഒരു സ്പെരിക്കൽ ഷേപ്പ് എടുക്കുമ്പോൾ 4πr² ആണ്. പക്ഷേ ഒരു ബബിൾ എന്ന് പറയുമ്പോൾ അവന് രണ്ട് ഫ്രീ സർഫസ് ഉണ്ട്. അപ്പൊ പുറത്തൊരു 4πr², അകത്തും ഒരു 4πr². അകത്ത് ഫ്രീ ആണല്ലോ ബബിളിന്റെ അകത്ത്. അപ്പൊ രണ്ട് ഫ്രീ സർഫസ് ഉണ്ട്. അപ്പൊ 8πr² എന്ന് എഴുതാം. അപ്പൊ 8π radius second case 2r the whole square minus 8πr². Okay, that will be sigma into 8 4 so 32. 32πr² minus 8πr². Oh, that will be corresponding to 32 minus 8 എത്രയാ? 24. So 24 pi sigma r² will be the final answer, and that is the work done there. Okay, the energy spent in blowing the bubble. Okay, അപ്പോൾ energy spent എന്നോ work done എന്നോ പറഞ്ഞാലും same condition here. Okay, so moving on to the next one now. A decay chain of the nucleus uranium 92 238 involves 8 alpha decays and 6 beta decays. The final nucleus at the end of the process will be. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് യുറേനിയം 92 238 ആണുള്ളത്. അപ്പോൾ 8 ആൽഫ ഡിക്കെയും 6 ബീറ്റ ഡിക്കെ നടക്കുന്നത്. ആൽഫ ഡിക്കെ 8 ആൽഫ ഡിക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിക്കണം. ഒരു ആൽഫ ഡിക്കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 and the mass number decreases by 4. എത്രയാണ്? അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 and the mass number decreases by 4. അപ്പൊ അത് തന്നെ ആദ്യം നോക്കാം. അപ്പൊ 8 ആൽഫ ഡിക്കെ എന്ന് പറയുമ്പോൾ atomic number becomes 8 into 2 16 കുറയും. atomic number 16 കുറയും. Z ആണ് നമ്മുടെ atomic number represent ചെയ്യാറ്. അപ്പൊ Z എത്ര കുറയും? 16 കുറയും. കാരണം എന്താ, 8 ആൽഫ ഡിക്കെ നടന്നു. ഒരു ആൽഫ ഡിക്കെയില് 2 എണ്ണം കുറയും. അപ്പോ 8 ആൽഫ ഡിക്കെയില് 16 കുറയും. മാസ് നമ്പറോ 4 വെച്ച് കുറയും ഓരോ ആൽഫ ഡിക്കെയിലും അല്ലെ. അപ്പൊ 8 ആൽഫ ഡിക്കെ വരുമ്പോ 8 4s are 32 കുറഞ്ഞു. ഇനി ബീറ്റ ഡിക്കെ നടക്കുമ്പോ എന്ത് സംഭവിക്കും? ബീറ്റ ഡിക്കെയില് ഈ ബീറ്റ ഡിക്കെ എന്ന് പറയുമ്പോൾ ഏതാണ്? ബീറ്റ മൈനസ് ഡിക്കെ ആണ്.
ഓക്കെ, ബീറ്റ പ്ലസ് അല്ല. അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ബീറ്റ ഡികെ എന്ന് കേട്ടാൽ ബീറ്റ മൈനസ് ആണ്. ബീറ്റ പ്ലസിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട അവിടെ കേട്ടോ. ബീറ്റ പ്ലസ് ആണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയുക. അപ്പൊ ബീറ്റ ഡികെ നടക്കുമ്പോ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1, മാസ് നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 ഒരു ബീറ്റ ഡികെയില്. അപ്പൊ 6 ബീറ്റ ഡികെ നടക്കുമ്പോഴോ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 6. ഓക്കെ, അപ്പൊ ഇവിടെ മാസ് നമ്പർ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഇവിടെ മാസ് നമ്പർ 32 കുറഞ്ഞു. മാസ് നമ്പർ 32 കുറയുമ്പോൾ ഇത് എത്രയായി? 238 minus 230 minus 32, that will be 206. അപ്പൊ നമ്മുടെ യുറേനിയത്തിന് എന്തായി? മാസ് നമ്പർ 206 ആയി. അറ്റോമിക് നമ്പറോ ഇവിടെ 16 കുറഞ്ഞു, 92 minus 16 വന്നു. ഇവിടെ 6 കൂടി, പ്ലസ് 6 വന്നു. അപ്പൊ ഇത് ഇവിടെ തന്നെ ചെയ്യാം. 16 മൈനസ് 6 ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത്. അപ്പൊ നെറ്റ് എഫക്ട് 10 ആണ് കുറയുന്നത്. അല്ലെങ്കിൽ 92 minus 16 plus 6 ചെയ്തു, no problem. So Z will be 82. So the answer will be A will be 206 and Z will be 82. ഇനി സപ്പോസ് ഒരു 10 ഗാമ ഡികെ ഇവിടെ നടന്നു പറഞ്ഞു. എത്ര ഗാമ ഡികെ? 10 ഗാമ ഡികെ. 10 ഗാമ ഡികേസ് ആർ occurring. വല്ല ചേഞ്ച് വരുമോ? ഇല്ല. ഗാമ ഡികെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പറിനോ മാസ് നമ്പറിനോ there won't be any change. Okay, so I hope the condition is clear. Right, so moving on to the next one. A flat mirror revolves at a constant angular velocity, making n revolutions per second. With what velocity will a light spot move along a spherical screen with a radius of 15 meters if the mirror is at the center of curvature of the screen? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത്? മിറർ is revolving at a constant rate, അല്ലെ? എത്രയാ? ആംഗുലർ വെലോസിറ്റി ഓഫ് 0.4 revolutions per second. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുന്നത്തെ വീഡിയോസിൽ കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ച കാര്യമാണ്. ആംഗുലർ വെലോസിറ്റി എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാ ഞാൻ ഒമേഗ എടുക്കാതെ എഫ് എടുത്തതെന്ന്? നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ ഹേർട്സ് ആയിരുന്നു എന്താ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആംഗുലർ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവന്റെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡോ റേഡിയൻസ് പെർ മിനിറ്റോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താ? ഫ്രീക്വൻസി തന്നെ. ഓക്കെ, അപ്പൊ ഇനി കണ്ടുപിടിക്കേണ്ടത് വിത്ത് വാട്ട് വെലോസിറ്റി ഇസ് ദ ലൈറ്റ് സ്പോട്ട് മൂവിങ്. മീറ്റർ പെർ സെക്കൻഡിൽ വേണം, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണം. റൈറ്റ്, അപ്പൊ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഒമേഗയാണ്. V is equal to R ഒമേഗ. അപ്പൊ R പറഞ്ഞിട്ടുണ്ട് എത്രയാ? ഡിസ്റ്റൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒമേഗ. ഒമേഗ നമ്മൾ കണ്ടുപിടിക്കണം അവിടെ. റൈറ്റ്, ആരുടെ? റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ. അപ്പൊ ഫ്രീക്വൻസി അറിയാവുന്നത് നമുക്ക് ഒമേഗ ഡാഷ് എന്ന് വിളിച്ചേക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഫ്രീക്വൻസി അറിയാം, so I'm going to find omega 2 pi into f, that will be 2 pi into 0.4, or that is equal to 0.8 pi എന്ന് എനിക്ക് വരും. 0.8 pi. അപ്പോ മിറർ മൂവ് ചെയ്യുന്നത് 0.8 pi ആംഗുലർ വെലോസിറ്റിയിലാണെങ്കിൽ ഓർത്ത് വെക്കുക മക്കളെ, മിറർ മൂവ് ചെയ്യുന്നത് 0.8 പൈയിലാണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് സ്പോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഡബിൾ ആംഗുലർ വെലോസിറ്റിയിലായിരിക്കും. ഒബ്ജക്ട് മിറർ മൂവ് ചെയ്യുന്നതിന്റെ ഡബിൾ ആംഗുലർ വെലോസിറ്റിയിലായിരിക്കും ലൈറ്റ് സ്പോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് ലൈറ്റ് സ്പോട്ടിന്റെ വെലോസിറ്റി വിൽ ബി 2 into 0.8 pi ആയിരിക്കും. എത്രയാണ്? 2 into 0.8 pi, or that is 1.6 pi. Substitute ചെയ്യാം. So this is equal to 15 into 1.6 pi, or that will be equal to, ചെയ്തു നോക്കാം നമുക്ക്, 15 into 16 into pi. ചെയ്തു നോക്കുമ്പോൾ you will be getting the answer as 75.4 meter per second. Okay, pi ക്ക് 3.14 എന്ന് ഇട്ടു കൊടുക്കാം. You can simply solve it. Is it solve it? 75.4 meter per second will be the corresponding answer. And solve ചെയ്ത് സമയം കളയുന്നില്ല, you can do that. Okay, so condition clear അല്ലേ? അപ്പൊ ആംഗുലർ വെലോസിറ്റി എന്ന് കേട്ടെന്ന് വിചാരിച്ച് ഒമേഗ ആവണമെന്നില്ല. Look at the unit. ഫൈനൽ യൂണിറ്റ് എന്താണോ അത് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. നിങ്ങൾ ആ വാക്കിൽ മാത്രം വിശ്വസിച്ച് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങരുത്, തെറ്റിപ്പോകും. ഓക്കെ അല്ലെ? മറന്നു പോകരുതോടെ ഞാനിപ്പോ പറഞ്ഞ കാര്യം. ചിലപ്പോൾ ട്രിക്കി ആയിട്ട് അങ്ങനെ ഇടുവര്. ഓക്കെ, റൈറ്റ്. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. A wire made of aluminum having resistivity rho is equal to 2.8 into 10 raised to minus 8 meter with a circular cross section and has a radius of 2 into 10 raised to minus 3 meter. A current of 5 ampere flows through the wire. If the voltage difference between the ends is 1 volt, what is the length of the wire in meters?
ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്കുള്ളത് ഒരു വയർ മേഡ് ഓഫ് അലൂമിനിയം ആണ് അല്ലെ. ഈ വയർ മേഡ് ഓഫ് അലൂമിനിയത്തിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വയർ മേഡ് ഓഫ് അലൂമിനിയത്തിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കും? നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസിന്റെ കണ്ടീഷൻ എടുക്കാം. നമുക്കറിയാം R is equal to rho L by A ആണ്. R is equal to rho L by A അല്ലെ. റോ അറിയാം. ഏരിയ പൈ ആർ സ്ക്വയർ ആ, സർക്കുലർ ക്രോസ് സെക്ഷൻ പൈ ആർ സ്ക്വയർ. സോ R എന്ന് പറഞ്ഞാൽ ഓംസ് ലോ വെച്ച് V by I ആണ്. സോ ദാറ്റ് is equal to rho, that is 2.8 into 10 raised to minus 8. ലെങ്ത് L തന്നെ A പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 into 10 raised to minus 6 എന്ന് വരും. ഓക്കെ, സോ V by I, V എത്രയാ 1, I എത്രയാ 5. You can find the value of L from here. സോൾവ് ചെയ്തോ. സോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടും? Approximately 90 meters എന്ന് കിട്ടും. 90 meters will be the corresponding answer. Okay, so solve ചെയ്ത് നോക്കുക. എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ do tell me. Okay, so the answer will be 90 meters. എളുപ്പമല്ലേ? ഒന്നുമില്ല. R is equal to rho L by A, എല്ലാവർക്കും അറിയാവുന്ന കണ്ടീഷൻ. R V by I ആണ്. എല്ലാ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തി. ഓക്കെ, കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ you can do that. Okay, full calculation ചെയ്യാതെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ please go do that. Okay, and the next one. The electrical conductivity of a metal is directly proportional to the mean free path, directly proportional to the mass of electron, inversely proportional to relaxation time, inversely proportional to the mean free path, directly proportional to the average speed of free electron. Electrical conductivity അല്ലെ, reciprocal of resistivity നമ്മൾ പഠിക്കുന്നുണ്ട്. J is equal to sigma E എന്നുള്ള കണ്ടീഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടേം actually it is proportional to the mean free path. എന്താണ്? It is proportional to the mean free path. നമ്മൾ പഠിക്കുന്നത് n e square tau by m എന്ന കണ്ടീഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ sigma equal to n e square tau by m എന്ന കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നതാണ്, റൈറ്റ്? അപ്പൊ പ്രൊപ്പോർഷണൽ ടു tau ആണ്, the mean free path ആണ് നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി ആൻസർ കിട്ടും. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ആൻഡ് the next one. A rectangular conducting loop of length 4 root 2 meter and breadth 4 meter carrying a current of 5 ampere in the anti-clockwise direction is placed in the xy plane. The magnitude of the magnetic induction field vector B at the intersection of the diagonal is. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് അല്ലെ. ഈ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ ആഡപ്പ് ചെയ്യണോ മാഗ്നറ്റിക് ഫീൽഡ് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമെന്ന് നോക്കാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് 4 കണ്ടക്ടേഴ്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവൻ ഇവിടെ കോസ് ചെയ്യുന്നതും ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഡയറക്ഷൻ നോക്കാം. തമ്പ് റൂൾ യൂസ് ചെയ്യാം. തമ്പ് കറന്റ് ഡയറക്ഷൻ പിടിക്കുക, curl your fingers in the direction like this. So the direction in which you curl your fingers will give the direction of magnetic field. അപ്പൊ ഇങ്ങനെയാണ് curl ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ വരുമ്പോ പുറത്തേക്ക്, ഇവിടെ പിടിക്കുമ്പോ ഇവിടെ വരുമ്പോ പുറത്തേക്ക്, ഇവിടെ പിടിക്കുമ്പോ പുറത്തേക്ക്, ഇവിടെ പിടിക്കുമ്പോഴും പുറത്തേക്ക്, which means 4 പേരും സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇനി അത് ഡയറക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു വേണ്ട, ഡയറക്ഷൻ ചോദിക്കാത്തപ്പോ എന്താ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എങ്ങനെ പറഞ്ഞാലും 4 കണ്ടക്ടേഴ്സിന്റെ ഡയറക്ഷൻ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലെടുത്തോട്ടെ, റൈറ്റ്? ഇനി നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 4 കണ്ടക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം, 4 പേര്, റൈറ്റ്? ആദ്യം നമുക്ക് ഇവൻ എടുക്കാം. ഓക്കെ, ലെങ്ത് 4 root 2 ആണ്, ഇവന്റെ ലെങ്ത് 4 മീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് B equal to mu 0 I by 4 pi r sin alpha plus sin beta. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം സൈൻ ആൽഫയും ബീറ്റയും വേണം. ഇതെന്റെ ആൽഫ, ഇത് നമ്മുടെ ബീറ്റ. ഓക്കെ, അപ്പൊ ഐ നമുക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഐ ഇവിടെ കിടക്കട്ടെ, ഫൈനൽ എഴുതിയാലും മതി. ബൈ 4 pi r. r എത്രയാണ് വരുന്നത്? r എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസും സെയിം തന്നെ ആയിരിക്കും. ഇത് ടോട്ടൽ 4 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പകുതിയാണ് ഈ ഡിസ്റ്റൻസ്. എത്രയത്? 2. എത്രയുള്ളത്? 2 ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻറ്റു 2 സൈൻ ആൽഫ. അപ്പൊ നമുക്ക് ഇവനെ ഞാൻ ബി എന്ന് എഴുതിട്ടെ. സൈൻ ആൽഫ,
സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്. ടോട്ടൽ 4√2 വരുമ്പോൾ ഇതിന്റെ പകുതി എത്ര വരും? 2√2 വരും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് വേണം. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈപ്പോന്യൂസ്. ഇത് 2 ആണെന്ന് അറിയാം, ഇത് 2√2 ആണെന്ന് അറിയാം. അപ്പൊ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കാം എങ്ങനെ? പൈത്തഗോറസ് തിയറം. അപ്പൊ ഹൈപ്പോന്യൂസ് എത്ര വരും? ഹൈപ്പോന്യൂസ് is equal to root of 2√2 the whole square. അപ്പൊ 4 into 2 8 വരും, പ്ലസ് 2 square 4 വരും. That will be 8 plus 4 12. 12 എന്ന് പറയുമ്പോൾ 2√3 വരും. ഓക്കെ, അപ്പൊ ഹൈപ്പോന്യൂസ് എത്രയാ? 2√3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സൈൻ ആൽഫയും സൈൻ ബീറ്റയും ഈക്വൽ ആയിരിക്കും. ബീറ്റ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? അഗൈൻ 2√2. ഹൈപ്പോന്യൂസ് സെയിം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി 2 into, ഓക്കെ, സൈൻ ആൽഫയും സൈൻ ബീറ്റയും ഈക്വൽ ആണ് ഇവിടെ. 2 into ഓപ്പോസിറ്റ് സൈഡ് 2√2. ഹൈപ്പോന്യൂസ് എത്രയാണ്? ഡിവൈഡഡ് ബൈ 2√3. 2√2 ട്ടോ, 2√3. ഓക്കെ, സോ ഒരു 2 ക്യാൻസൽ ആയി പോയി. ഫൈൻ. ഇനി ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടിയത്. അതുപോലെ ഇവനും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യും അല്ലെ? അപ്പൊ ടോട്ടൽ ഫീൽഡ് എന്തായി? നമുക്ക് ബി ഡാഷ് എന്ന് വിളിക്കാം, ഓർ B1 എന്ന് വിളിക്കാം. B1 will correspond to 2B ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ പോർഷനും ഇവിടെ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോ ചേഞ്ച് ഫോർ ദി ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B ഡാഷ് എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I by 4π. ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ സൈഡിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ടോട്ടൽ 4√2 ആണ്, പകുതി എന്താണ്? 2√2. അപ്പൊ ഡിസ്റ്റൻസ് 2√2. ഇനി എന്താ? സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. അഗെയിൻ സൈൻ ആൽഫ സൈൻ ബീറ്റയും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മുടെ ആൽഫ ആയിട്ട് എടുത്തു, ഇത് ബീറ്റ തിരിച്ചു കൊടുക്കാം കേട്ടോ. സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പൊ നമുക്ക് 2 ഇൻറ്റു ചെയ്തേക്കാം, കാരണം സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ ആയിരിക്കുമല്ലോ. അപ്പോ സൈൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്. ഹൈപ്പോന്യൂസ് ഇത് തന്നെയല്ല, ഹൈപ്പോന്യൂസ് ഇത് തന്നെയല്ല നേരത്തെ കണ്ടുപിടിച്ചത്. അതെ, സോ 2 ഡിവൈഡഡ് ബൈ 2√3. ഓക്കെ, അപ്പൊ ബി ഡാഷും കിട്ടി. അപ്പൊ ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന പോലെ ഇവനും ഇവിടെ കോസ് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് B2 എഴുതാം. B2 will be equal to 2B dash. ഓക്കെ, സംശയമില്ല, റൈറ്റ്? ഇനി എന്താ? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B net will be equal to B1 plus B2, റൈറ്റ്? അപ്പൊ അത് എഴുതുമ്പോൾ കുറച്ച് കോമൺ ടേംസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോ B1 എന്ന് വെച്ചാൽ 2B plus 2B dash. 2 ഓൾറെഡി കോമൺ ആണ്, അത് പുറത്തേക്ക് എഴുതിയേക്കാം. 2 into μ0I by 4π ഒരു 2 ഇവിടെ ഉണ്ടല്ലോ, അത് μ0I by 4π into 2 കോമൺ എടുത്തു. ഈ ബ്രാക്കറ്റില് ഇവിടെ വരുന്നത് എന്താ? 2 ക്യാൻസൽ ആയതിനു ശേഷം 2√2 by √3. ഫൈൻ. ഇനി ഇവിടെ ബാക്കി വരുന്നത് എന്താ? ഒരു √2 ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ പ്ലസ് ഒരു 2 ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പൊ ഒരു √2 അല്ലെ? അപ്പൊ 2 by √2 into √3 എന്ന് വന്നു. ഫൈൻ. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പൊ μ0 by 4π നമുക്ക് ചെയ്യേണ്ട എന്താ കിട്ടുന്നത്? അത് μ0 by 4π, μ0 4π into 10 raised to -7. അപ്പൊ μ0 by 4π എത്രയാ? 10 raised to -7. ഈ 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ I5 ആണ് into 10 raised to -7. ബ്രാക്കറ്റിൽ എത്ര വരും നോക്കാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 into 2 4 വരും, 4 plus 2 6 വരും. അപ്പൊ 6 by √6 എന്ന് വരും ബ്രാക്കറ്റിനകത്ത്. ഓക്കെ, 6 by √6 എന്ന് വെച്ചാൽ √6, കാരണം 6 എന്ന് വെച്ചാൽ √6 into √6 അല്ലേ? അപ്പൊ √6 വരും. അപ്പൊ ഫൈനലി നമുക്ക് എന്ത് വരും? V net is equal to 5 into √6 into 10 raised to -7 എന്ന് വരും. ഓക്കെ, 5 into √6. √6 എന്ന് പറയുമ്പോൾ സംതിങ് അറൌണ്ട് 2 പോയിന്റ് സംതിങ് വരും അല്ലെ? ഏകദേശം 2.2 എടുക്കാം നമുക്ക്. അപ്രോക്സ് ആണ് കേട്ടോ. 2.2 എടുക്കുമ്പോൾ 2.2 into 5 ചെയ്യാം. 5 to 10, 5 to 10, 11. അപ്പോ 11 വന്നു. Or it will be 1.1 into 10 raised to -6. Yes, 1.1 അല്ലെങ്കിൽ അപ്രോക്സ് ആണ് എടുത്തത്. കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ 1.2 കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ 1.1 അല്ലെങ്കിൽ 1.2 approximately into 10 raised to -6 will be the magnetic field at the center point. ഓക്കെ, ചെയ്തു വരുമ്പോ ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ആവാതെ നോക്കണം. ഈ ക്വസ്റ്റ്യൻ ആദ്യമേ ചെയ്യണ്ട, ബിക്കോസ് ഇറ്റ് കൺസ്യൂംസ് യുവർ ടൈം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു കാണും, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് നേരമായി അല്ലെ? ഇറ്റ് കൺസ്യൂംസ് യുവർ ടൈം. സോ ഡോണ്ട് ഡു ദിസ് ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് അവേ. ഓക്കെ, കാരണം സമയം പോകും.
അവസാനം ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റിന് ആൻസർ എന്തായാലും കിട്ടും. കറക്റ്റ് ആയിട്ട് മെത്തേഡ് ആണ് ചെയ്തു പോയത്. അപ്പോൾ അവസാനത്തേക്ക് വെച്ചാൽ മതി, ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മേക്ക് ഷുവർ യു ഡു ദിസ് ടൂൾസ് എൻഡ് വെച്ചാൽ കേട്ടോ. കുറെ സമയം കളയുന്ന ആദ്യം തന്നെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. ബിക്കോസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ. ഈ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ളത് നിങ്ങൾ അധികം വിഷമിക്കേണ്ട ഓർത്തിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാനുള്ളത് കിട്ടും. ഓക്കെ, അപ്പോ ഐ ഹോപ്പ് ദിസ് പേപ്പർ ഇസ് ക്ലിയർ. അപ്പൊ നമ്മുടെ 2018 പേപ്പർ 4 പാർട്സ് ആയിട്ടാണ് ചെയ്തത്. അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അത് നിങ്ങൾ ഇപ്പോൾ ചെയ്ത യു വോണ്ട് ബി ഏബിൾ ടു അബ്സോർബ് ഇറ്റ് ഈസിലി. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദ പേപ്പർ ഇസ് ക്ലിയർ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഫീൽ ഫ്രീ ടു കമന്റ് ബിലോ. ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ, സ്ട്രേറ്റ് അവേ എല്ലാവർക്കും റിപ്ലൈ തരുന്നില്ല, ബട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഐ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും എക്സാം നന്നായി എഴുതണം, entrance exam നന്നായി എഴുതണം, and all my prayers will be with you guys. So once again, till we meet with the next class, thank you.